നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ടൊമാറ്റോ റൈസിന്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം കറുവയില, കറുവപ്പട്ട, ഏലക്കായ, തക്കോലം, ഗ്രാമ്പു എന്നിവ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഞാനിവിടെ കുറച്ച് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പച്ചക്കടലയാണുള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. സവാള നല്ലപോലെ കുക്കായി നല്ല പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് ഈ പൊടികളുടെ പച്ചച്ചോ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങളിവിടെ നോർമലി പൊന്നി റോ റൈസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൊമാറ്റോ റൈസിനും അതേ റൈസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ലഞ്ച്.